സ്പോട്ട് ലൈവ് തുടരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതി ആത്മഹത്യ ചെയ്തു. വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസനാണ് കഴുത്തു മുറിച്ച് ജീവനൊടുക്കിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ ജയിലിലായത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴ് ചേരുന്നുണ്ട്. സുമേഷ്, കഴിഞ്ഞ വിഷു ദിനത്തിലാണ് ഈ ജിൽസൺ ഭാര്യയെ കൊലപ്പെടുത്തിയത്. ഏറെ ഞെട്ടലുളവാക്കിയൊരു വാർത്തയായിരുന്നു. അതായത് മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഭാര്യയെ കഴുത്ത് മുറിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ ഭർത്താവ്. അതിനുശേഷം ഈ ജിൽസൺ അന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയതാണ്. പക്ഷേ ആ ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീട് പോലീസിൻ്റെ പിടിയിലാകുന്നു, റിമാൻഡിലാകുന്നു. എന്താണ് ആത്മഹത്യക്കാരുടെ കുറ്റബോധം കൊണ്ടുള്ള ആത്മഹത്യ, അങ്ങനെ തന്നെ കരുതണോ? ടോം സൂചിപ്പിച്ചതുപോലെ വയനാട് കേണിച്ചിറ കേളമംഗലം സ്വദേശിയായിട്ടുള്ള ജിൽസൺ, ഇദ്ദേഹത്തിന് 43 വയസ്സാണ്. ഇദ്ദേഹമാണ് ഇന്ന് രാവിലെ 5:45 ഈ ചോര വാർന്ന് കിടക്കുന്ന നിലയിൽ ഈ ജയിൽ അധികൃതർ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നിരുന്ന സമയം ഈ ശരീരം മുഴുവനായി പുതപ്പ് മൂടിയതിനു ശേഷം ഈ കത്തി കൊണ്ട് കഴുത്തിന് സ്വയം മുറിച്ചു എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരുന്നുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും ഇദ്ദേഹം ഈ ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നു. അതായത് ഇയാൾ വാട്ടർ അതോറിറ്റിയിൽ ജീവനക്കാരനായിരുന്നു. ഈ കടബാധ്യത കാരണമായിരുന്നു ഈ ഭാര്യയെ കൊലപ്പെടുത്തുകയും ഈ 2 മക്കളെ ഈ റൂമിൽ അടച്ചിട്ടതിനു ശേഷം ഭാര്യയെ കൊലപ്പെടുത്തുകയും പിന്നീട് ഇയാൾ പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ പ്രതി ചേർത്ത് മാനന്തവാടി സബ് ജയിൽ പാർപ്പിക്കുകയും 5 മാസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5:45 കൂടിയാണ് ഇദ്ദേഹത്തെ ഈ ചോര വാർത്ത നിലയിൽ കാണപ്പെട്ടത്. ഏതായാലും ജയിൽ അധികൃതർ പറയുന്നത് അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹം ഈ മാനസികമായി ആകെ വല്ലാത്ത രീതിയിലായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വരികയായിരുന്നു. ഈ സാധാരണ നിലയിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹം ഇത്തരം ഒരു കൃത്യം ചെയ്തത്. ഇദ്ദേഹം അതൊരു കൃത്യമായ ഒരു ആസൂത്രണം തന്നെ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് മറ്റ് ആത്മഹത്യകൾ ചെയ്യുന്നത് പോലെയല്ല, അതായത് മറ്റാളുകൾ ശ്രദ്ധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതായത് പുതപ്പ് കൊണ്ട് ശരീരം മുഴുവൻ മൂടിയതിനു ശേഷം ഈ പുതപ്പിന്റെ ഉള്ളിൽ നിന്നാണ് ഇദ്ദേഹം ഈ കത്തി പോലുള്ള ചെറിയ മൂർച്ചമേറിയ ഒരു ആയുധം കൊണ്ട് ഇദ്ദേഹം കഴുത്തു മുറിക്കുന്നത്. തുടർന്ന് രക്തം വാർന്നാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഏകദേശം രാത്രിയോട് കൂടി ഇദ്ദേഹം ഈ കൃത്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഇതിനു മുമ്പും ഇദ്ദേഹം 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതുപോലെ ഇതിനു മുൻപും ഇയാൾ ജിൽസൺ ആത്മഹത്യാ ശ്രമം ജയിലിൽ വെച്ച് തന്നെ നടത്തിയിരുന്നു പറയുന്നുണ്ട്. പിന്നീട് കൗൺസിലിംഗ് നടത്തിയ ഇയാളുടെ, അതായത് വലിയൊരു ഡിപ്രഷൻ, പലപ്പോഴും ഈ വിഷാദ രോഗം പ്രകടിപ്പിച്ചിരുന്നു, മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കൗൺസിലിംഗിന് പലപ്പോഴും വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സുമേഷ് സൂചിപ്പിച്ചതുപോലെ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനായിരുന്നു. പക്ഷെ നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്, വലിയൊരു കഴിവുള്ള വ്യക്തിയായിരുന്നു ജിൽസൺ. പക്ഷെ സാമ്പത്തിക ബാധ്യത, കുടുംബ പ്രശ്നം, അതൊടുവിൽ ഒരു കുടുംബം തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ഈ കൗൺസിലിങ്ങിന് വിധേയമാക്കിയ ശേഷം ചില കൗൺസിലർമാരുടെ നിർദ്ദേശപ്രകാരം ജയിലിൽ വെച്ച് തന്നെ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു ജിൽസൺ. അങ്ങനെ ജിൽസന്റെ ആ ഒരു സ്വഭാവത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനുള്ള ഇടപെടലൊക്കെ നടത്തിക്കൊണ്ടുവരുന്നു. അടുത്ത ദിവസം ഈ ജിൽസന്റെ ഒരു ചിത്രപ്രദർശനമൊക്കെ നടത്താനുള്ള നീക്കവും ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇത്തരമൊരു ദാരുണമായൊരു സംഭവം ഉണ്ടായത്. അങ്ങനെ തുടർച്ചയായി ഈ ഉള്ള ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ ഇയാളുടെ ഒരു മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ ഈ ഒരു വിഷാദം ഇത് തന്നെ ആയിരിക്കുമോ കാരണം? തീർച്ചയായും ടോം, അത് തന്നെയാണ് ഈ ജയിൽ അധികൃതരും പറയുന്നത്. അതായത് ഇദ്ദേഹം ഈ ഭാര്യയെ കൊലപ്പെടുത്തിയതിനുള്ള കുറ്റബോധം ഇയാളെ വല്ലാത്ത രീതിയിൽ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ വളരെ മാനസികമായി വളരെ മോശമായ ഒരു കണ്ടീഷൻ, അതായത് മറ്റുള്ള ആളുകളോട് ഇദ്ദേഹം സംസാരിക്കില്ല, ആ കൂട്ടം കൂടി നിൽക്കില്ല, അതുപോലെയുള്ള പല കാര്യങ്ങളിലും ഇയാൾ ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു നിന്നിരുന്നത് എന്ന് തന്നെയാണ് ഈ ജയിൽ അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ നടത്തി. എന്നാലും ആ വേണ്ട രീതിയിലുള്ള ഒരു റിക്കവറി ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും ഈ മാസങ്ങൾക്ക് ശേഷം ഒരു സാധാരണ നിലയിലേക്ക്
എത്തി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ നല്ലൊരു ചിത്രകാരനാണ്. അങ്ങനെ ആ രീതിയിൽ ഇദ്ദേഹത്തെ മാനസികമായി ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെ ഈ ജയിലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹം അനവധി ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതിനുള്ള സഹായങ്ങൾ ജയിലിന്റെ ജീവനക്കാർ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരു വിശാലമായ രീതിയിലുള്ള ഒരു ചിത്ര പ്രദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടന്നു വരിക. ആ സമയത്താണ് ഇദ്ദേഹം ഇത്തരം ഒരു കൃത്യം ചെയ്തത് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇതൊരു വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ നൽകിയത്.